ക്രിസ്ത്യൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയും കാര്യങ്ങളെല്ലാം ആയിട്ടാണ്. വേറൊന്നല്ല, നമുക്കറിയാലോ നമ്മളെ കേരളത്തിലിപ്പോൾ അതിതീവ്ര മഴയാണ്. അത് കാലാവസ്ഥ വളരെ മോശമാണ്. എല്ലാ ജില്ലകളിലും ഇപ്പോൾ വെള്ളക്കെട്ട്, അതുപോലെ തന്നെ നമ്മളെ കണ്ണൂരിൽ ഇന്നലെ ഉരുള് പൊട്ടി. അങ്ങനെ പല കാര്യങ്ങളിപ്പോൾ ഈ ഒരു മഴേൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് കേരളത്തിൽ. പോരാത്തതിന് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അത് കാറായാലും ബൈക്കായാലും. പിന്നെ പൊതുഗതാഗതം, ബസ് യൂസ് ചെയ്യുന്നുണ്ട്. ബസ് യൂസ് ചെയ്തിട്ട് യാത്ര ചെയ്യുന്നുണ്ട് നമ്മൾ. പിന്നെ ലോറി ഉപയോഗിച്ച് പണിയെടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ. ജീവിതമാർഗമായിട്ട് ലോറി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഓട്ടോറിക്ഷയുണ്ട്. അങ്ങനെ പല വാഹനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളെ ജീവിതത്തിൽ വാഹനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒഴിച്ചുകൂടാത്തൊരു സാധനമായിട്ട് മാറിയിട്ടുണ്ട്. വണ്ടി ഇല്ലാണ്ട് ഒരു പരിപാടി ഇല്ല എന്നുള്ളത് വരിക. കാരണം ഞാനിൽ ഇവിടുന്ന് ഒരു കടയിൽ നിന്ന് വീട്ടിൽ നിന്ന് കടയിൽ പോകണമെങ്കിൽ ബൈക്ക് വേണം, അല്ലെങ്കിൽ കാറ് വേണം. ആ ഒരു അവസ്ഥയാണ് നമ്മളെല്ലാം. അപ്പം ഈ ഒരു മഴക്കാലത്ത് നമ്മൾ നമ്മളെ വണ്ടിയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. മഴ തുടങ്ങുന്ന മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടൈം കിട്ടിയില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് തിരക്കിലായിപ്പോയി. വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ 4 ടയർ, കാറിൻ്റെ ആണെങ്കിൽ 4 ടയറിന് ത്രെഡ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തണം. കാരണം ത്രെഡില്ലാത്ത ഒരു ടയർ എടുത്ത് ഈ ഒരു മഴക്കാലത്ത് നമ്മൾ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നതാണെങ്കിൽ എത്ര ABS ഉണ്ട് എന്ന് പറഞ്ഞിട്ടും എത്ര സേഫ്റ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം വണ്ടി ചവിട്ടിയാൽ നിൽക്കില്ല. റോഡെല്ലാം ഇപ്പോൾ മഴക്കാലത്ത് പ്രത്യേകിച്ച് നല്ല സ്ലിപ്പറി ആയിരിക്കും റോഡെല്ലാം. ചവിട്ടിയാൽ കിട്ടൂല, വണ്ടി ആക്സിഡൻ്റ് ആകാൻ ചാൻസ് ഉണ്ട് എന്ന് മാത്രമല്ല, നമ്മൾ മരണപ്പെടാനടക്കം സാധ്യത കൂടുതലാണ്. അപ്പോൾ വണ്ടി എടുത്ത് പുറത്തിറങ്ങുമ്പോൾ നമ്മളെ ടയറിൻ്റെ ക്ഷമത പരിശോധിച്ച് ഉറപ്പ് വരുത്തണം ആദ്യം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പം ബ്രേക്ക് എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്നുള്ള കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ബ്രേക്ക് ഓയിൽ ചെക്ക് ചെയ്യുക, ബ്രേക്ക് പാഡ്സ്. നമുക്ക് ഫ്രണ്ടിലെല്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രേക്ക് പാഡ്സെല്ലാം കാണാൻ പറ്റും, എത്രത്തോളം ഉണ്ട് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം എപ്പോഴും ചെക്ക് ചെയ്യാം. പിന്നെ മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ കാറിലെത്തിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മളെ വണ്ടീൻ്റെ 2 വൈപ്പർ ബ്ലേഡ്സ് അങ്ങ് മാറ്റി വെക്കണം. പുതിയൊരു വൈപ്പർ ബ്ലേഡ് വാങ്ങിയിടാൻ ശ്രദ്ധിക്കുക. കാരണം മഴയത്ത് വിസിബിലിറ്റി അത് മസ്റ്റാണ്. ഈ വിസിബിലിറ്റി നഷ്ടപ്പെട്ടിട്ടും ആക്സിഡൻറ്റ് ഇഷ്ടം പോലെ സംഭവിക്കുന്നുണ്ട്. കാരണം പഴയ വൈപ്പർ ബ്ലേഡ് ഇട്ടിട്ട് ഓടിച്ച് നമ്മൾ മഴ പെയ്യുമ്പോൾ വൈപ്പർ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം പോകുന്നല്ലാതെ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു വിസിബിലിറ്റി കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ആക്സിഡൻറ്റ് ഷുവറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ വണ്ടി എടുത്തിട്ട് പുറത്ത് പോയിട്ട് പല സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുത്തുണ്ടല്ലോ. അപ്പോൾ ആ പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വണ്ടികൾ എപ്പം പ്ലെയിൻ ആയിട്ടുള്ള ഏരിയയിൽ വെക്കുക. അതായത് വലിയ വലിയ മരങ്ങളുടെ അടിയിലൊന്നും ഈ ഒരു മഴക്കാലത്ത് വണ്ടി വെക്കുന്നത് അത്ര നല്ലതല്ല. അത് നമ്മളെ വണ്ടിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കാറ്റിലും മഴക്കും മരങ്ങൾ പൊട്ടി വീഴാനും അതുപോലെ തന്നെ മരങ്ങളുടെ ചില്ലൊടിഞ്ഞു വീഴാനും ചാൻസ് കൂടുതലാണ്. ആ സമയത്ത് നമ്മുടെ വിൻഷീൽഡ്, നമ്മളെ ബോഡി, ഇങ്ങനെ വണ്ടിയുടെ പല പല കാര്യങ്ങൾക്കും ഡാമേജ് വരും. അതിപ്പോൾ ബൈക്കായാലും ശരി, കാറായാലും ശരി. അതുപോലെ തന്നെ ഈ വെള്ളം കയറിയ സ്ഥലങ്ങളിലാണെങ്കിൽ അതിലൂടെ വണ്ടി മാക്സിമം ഓടിക്കാതിരിക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഈ സൈലൻസറിലെല്ലാം വെള്ളം കയറി കഴിഞ്ഞാൽ വണ്ടി അവിടെ കിടന്നങ്ങ് ഓഫാവും. പിന്നെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ വെള്ളം കയറി നമുക്ക് അറിയായിരിക്കും. എന്നാലും നമ്മൾ ചിലപ്പോൾ അവിടെ വല്ല വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യും. അത് മാക്സിമം ഒഴിവാക്കുക. ഈ വെള്ളം കയറി കഴിഞ്ഞാൽ എൻജിന് പണി കിട്ടും. പോരാത്തതിന് നമ്മളെ വണ്ടിയുടെ ഹിസ്റ്ററിയിൽ ഇത് ഫ്ലഡ് എഫക്റ്റഡ് വണ്ടി എന്ന് പറഞ്ഞിട്ടൊരു ബ്ലാക്ക് മാർക്കും വരും. ഇത് നമ്മൾ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അഥവാ ഭാവിയിൽ വണ്ടി കൊടുക്കാനുള്ള പ്ലാനിങ് ഉണ്ടെങ്കിലോ നമ്മളെ റീസെയിലിനെ നന്നായിട്ട് അങ്ങ് ബാധിക്കും. അപ്പോൾ മാക്സിമം ഈ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ വണ്ടി ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക, വണ്ടി പാർക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് വണ്ടിയിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് മുൻകരുതലുകളുണ്ട്. അപ്പോൾ മഴക്കാലം തുടങ്ങുന്ന മുന്നേ തന്നെ നമ്മുടെ വണ്ടിയുടെ വൈപ്പർ ബ്ലേഡ്സ് എല്ലാം മാറ്റി വെക്കുക, അത് പുതിയതാക്കി വെക്കുക. അതുപോലെ തന്നെ ത്രെഡില്ലാത്ത ടയറിലാണെങ്കിൽ ടയറിൻ്റെ ക്ഷമതയിൽ ഉറപ്പ് വരുത്തുക, ത്രെഡുള്ള ടയർ വാങ്ങിയിടുക. അതുപോലെ തന്നെ ബ്രേക്ക് കാര്യങ്ങളെല്ലാം സർവീസ് ചെയ്ത് റെഡിയാക്കി വെക്കുക. പിന്നെ മാക്സിമം നമ്മൾ സ്ലിപ്പറി അല്ലാത്ത റോഡുകളിലൂടെ പോകാൻ ശ്രമിക്കുക. അതായത് ഈ ടയറെല്ലാം പെട്ടെന്ന് മാറ്റിയിടാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവില്ല, അവരോടാന്ന് പറയുന്നത്. നമ്മളധികം സ്ലിപ്പറി ആയിട്ടുള്ള റോഡിലൂടെ പോകാതിരിക്കുക. അതുപോലെ തന്നെ ഓവർ സ്പീഡായിട്ട് വണ്ടി ഓടിക്കാതിരിക്കുക. പിന്നെ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു മഴക്കാലം തുടങ്ങുന്ന മുന്നേ തന്നെ നമ്മളെ വണ്ടിയുടെ അണ്ടർ ബോഡി കോട്ടലടിച്ച് സെറ്റാക്കി വെക്കണം. കാരണം അല്ലെങ്കിൽ ഈ മഴയത്തോടി ഓടി വന്ന് നമ്മൾ എന്തായാലും അണ്ടർ ബോഡി നമുക്ക് മഴ കഴിയുന്നവരെ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. വാട്ടർ സർവീസ് ചെയ്ത് വെച്ചാലും തുരുമ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും വണ്ടി നമ്മളെ വീട്ടിലെ കാർ പോർച്ചിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു ഉറപ്പുള്ള ഏതെങ്കിലും ഒരു ഇതിൻ്റെ ഉള്ളിലോ വെക്കാൻ ശ്രമിക്കണം. കാരണം എന്ന് വെച്ചാൽ
മരം പൊട്ടി വീഴാനും, ഇപ്പം നമുക്ക് തെങ്ങിൻ്റെ അടിയിൽ വെക്കുന്നതാണെങ്കിൽ ഓല വീഴാനും തേങ്ങ വീഴാനും എല്ലാം ചാൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മളെ വണ്ടിയുടെ ബോഡീനെയും നമ്മളെ ഗ്ലാസിനെയും കാര്യങ്ങളെല്ലാം ബാധിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എപ്പോൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നമ്മൾ വണ്ടിക്ക് കുറച്ച് കെയർ കൊടുക്കുക. വണ്ടിക്ക് കെയർ കൊടുത്താൽ അതിൻ്റെ അകത്ത് ഉള്ളിലിരിക്കുന്ന നമ്മുടെ ജീവന് വരെ സേഫ്റ്റിയാണ്. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തും. അപ്പോൾ ഗുഡ് ബൈ.